എലിജിബിലിറ്റി ടെസ്റ്റുമായി ബന്ധപ്പെട്ടാണ് ഈ പത്രസമ്മേളനം. രണ്ട് കാര്യങ്ങളാണ് ഈ പത്രസമ്മേളനം നടത്താനുള്ള പ്രധാന കാര്യം. ഒന്ന്, സുപ്രീം കോടതിയുടെ വിധി ടെറ്റ് സംബന്ധിച്ച് എല്ലാ അധ്യാപകരും ടെറ്റ് യോഗ്യത നേടണം എന്നുള്ള സുപ്രീം കോടതി വിധിയെ അത് പുനഃപരിശോധിക്കാൻ വേണ്ടി ഒരു റിവ്യൂ പെറ്റീഷൻ സുപ്രീം കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. വിവിധ സംസ്ഥാന സർക്കാരുകൾ, അധ്യാപക സംഘടനകളൊക്കെ ഇത് സംബന്ധിച്ച് റിവ്യൂ പെറ്റീഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. കേരളത്തിൽ നിന്ന് അധ്യാപക പരിഷത്ത് NTU ആണ് ഇത് സംബന്ധിച്ച് ഒരു റിവ്യൂ പെറ്റീഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് തള്ളിയ സാഹചര്യത്തിൽ രാജ്യമെമ്പാടുമുള്ള 20 ലക്ഷത്തോളം അധ്യാപകര്, അതേപോലെ കേരളത്തിലെ ഒരു 40,000-ഓളം വരുന്ന അധ്യാപകര് പ്രതിസന്ധിയിലായിരിക്കും. ഈ റിവ്യൂ പെറ്റീഷൻ പൂർണ്ണമായി തള്ളിക്കൊണ്ടുള്ള വിധിക്ക് ശേഷം അധ്യാപകർക്ക് രക്ഷ നേടാൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ. പാർലമെന്റിൽ ഇത് സംബന്ധിച്ച് ഒരു അമെന്റ്മെന്റ് കൊണ്ടുവരുക, ഭരണഘടനാ ഭേദഗതി വരുത്തുകയാണ്. ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഇന്നത്തെ ഈ പത്രസമ്മേളനം. രാജ്യത്ത് മുഴുവൻ സംസ്ഥാനങ്ങളിലും അധ്യാപക സംഘടനയുടെ ദേശീയ രൂപമായ APRSM-ന്റെ വിവിധ ഘടക സംഘടനകൾ ഇന്നലെയും ഇന്നുമായി പത്രസമ്മേളനം നടത്തിവരുന്നു. അതിന്റെ തുടർച്ച എന്നുള്ള നിലയ്ക്ക് പ്രധാനമന്ത്രിയെ ഈ വിഷയം ബോധ്യപ്പെടുത്താൻ വേണ്ടി ദേശീയ നേതാക്കളുടെ സംഘം സന്ദർശിക്കുന്നുണ്ട്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുമായി ചർച്ച നടത്തുന്നുണ്ട്. പ്രധാനമന്ത്രിക്ക് മുൻപ് രാജ്യമെമ്പാടുമുള്ള അധ്യാപകർക്ക് വേണ്ടി ജില്ലാ കലക്ടർ മുഖേന ഈ മാസം 18-ാം തീയതി ഒരു റെപ്രസെന്റേഷനും നൽകുന്നുണ്ട്. പാർലമെന്റില് ഇത് സംബന്ധിച്ച് ഒരു ഭരണഘടനാ ഭേദഗതി ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തുന്ന ദേശീയ തലത്തിൽ നടക്കുന്ന ഒരു മൂവ്മെന്റ് ആണ് ഇത്. കേരളത്തില് ഇടത് വലത് അധ്യാപക സംഘടനകളൊക്കെ ടെറ്റ് വിഷയം പൂർണ്ണമായി ഉപേക്ഷിച്ചിരിക്കുകയാണ്. ഇതില് ഒരു സ്റ്റെപ്പ് പോലും അധ്യാപകർക്കൊപ്പം നിൽക്കാതെ ഇന്ന് പ്രതിസന്ധിയിലിരിക്കുന്ന അധ്യാപക സമൂഹത്തിന് ഒരു പ്രത്യാശ എന്നുള്ളത് അധ്യാപക പരിഷത്തിന്റെ ഈ ഒരു മൂവ്മെന്റ് ആണ്. അത് സംബന്ധിച്ച് വിശദമായ വാർത്താ സമ്മേളനം നടത്തുന്നത് ദേശീയ അധ്യാപക പരിഷത്തിന്റെ സംസ്ഥാന അധ്യക്ഷ ശ്രീമതി K. സ്മിത ടീച്ചറാണ്. പേരാമംഗലം ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പളായി ജോലി ചെയ്യുന്നു. ഏറെ സന്തോഷത്തോടെ ഈ പത്രസമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്തു. അതോടൊപ്പം നമ്മുടെ ദേശീയ സംഘടനയായിട്ടുള്ള APRSM-ന്റെ വിദ്യാലയ വിഭാഗത്തിന്റെ ദക്ഷിണ ക്ഷേത്രത്തിന്റെ സംയോജകനായി പ്രവർത്തിക്കുന്ന ശ്രീ PS ഗോപകുമാർ സാറികൾ സമ്മേളനത്തിലുണ്ട്. സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ശ്രീമതി P. ശ്രീദേവി ടീച്ചറുണ്ട്. സംസ്ഥാന ട്രഷററായിട്ടുള്ള ശ്രീ രാജേഷ് മാഷുണ്ട്. ഈ പത്രസമ്മേളനം സംബന്ധിച്ച കാര്യങ്ങൾ വിശദീകരിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട അധ്യക്ഷ സ്മിത ടീച്ചർ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. 2025 സെപ്റ്റംബർ 1-ാം തീയതി അധ്യാപക യോഗ്യത മാനദണ്ഡം അനുസരിച്ച് വന്ന സുപ്രീം കോടതി വിധി രാജ്യത്തുടനീളമുള്ള ലക്ഷക്കണക്കിന് അധ്യാപകരെ ആശങ്കയിലാക്കിയിരിക്കുകയാണ്. 23/8/2010 കേന്ദ്ര കരിക്കുലം കമ്മിറ്റി ആയിട്ടുള്ള NCTE അധ്യാപക യോഗ്യതയെ കുറിച്ചുള്ള വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുള്ളത്. എന്നാൽ സുപ്രീം കോടതി വിധി പ്രകാരം അതിനു മുമ്പ് ജോലിയിൽ കയറിയവർക്ക് പോലും ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് വേണം എന്നുള്ളൊരു ആവശ്യമാണ് അതിൽ വന്നിരിക്കുന്നത്. ഇത് വളരെ ആത്മാർത്ഥമായി ജോലി ചെയ്യുന്ന അധ്യാപകരെ വലിയൊരു പ്രതിസന്ധിയിലാക്കുന്ന ഒരു വിഷയമാണ്. ഈ വിഷയം മാധ്യമങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഞങ്ങളുടെ സംഘടന ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഇതിലെ പ്രധാന ആവശ്യങ്ങൾ ഞങ്ങൾ മുന്നോട്ട് വച്ചിട്ടുള്ളത് ടെറ്റ് സംബന്ധമായി NCTE കരിക്കുലം കമ്മിറ്റി കൊണ്ടുവന്നിട്ടുള്ള നിയമം നടപ്പിലാക്കുക, കൃത്യമായി നടപ്പിലാക്കുക. അത് നമുക്കറിയാം, കോടതിയിലെ തീരുമാനങ്ങൾ നമ്മൾ അനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. അതിനോടുള്ള ബഹുമാനം നിലനിർത്തിക്കൊണ്ട് തന്നെ പറയട്ടെ,
23/8/2010 മുമ്പ് വന്നിട്ടുള്ള കരിക്കുലം കമ്മിറ്റിയുടെ യോഗ്യതാ മാനദണ്ഡങ്ങൾ അനുസരിച്ച് ജോലിയിൽ പ്രവേശിച്ചിട്ടുള്ള അധ്യാപകർക്ക് അവരുടെ ജോലി സംരക്ഷണം ഉറപ്പാക്കണം എന്നുള്ള ഒരു ആവശ്യം LTU മുന്നോട്ട് വയ്ക്കുകയാണ്. അതിന് ഇനി സാധിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് പാർലമെന്റിൽ ഒരു അമെന്റ്മെന്റ് കൊണ്ടുവരിക എന്നുള്ളത് മാത്രമാണ് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയത്. അത് കൊണ്ടുവരണം എന്ന് കേന്ദ്ര ഗവൺമെന്റിനോട് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. അതോടൊപ്പം നമുക്ക് തെറ്റ് യോഗ്യത ഉള്ള സമയത്ത് തന്നെ അതിന് ഇളവ് കൊടുത്തുകൊണ്ട് വിവിധ സംസ്ഥാനങ്ങൾ, കേരളം അടക്കമുള്ള വിവിധ സംസ്ഥാനങ്ങൾ അധ്യാപകരെ നിയമിച്ചിട്ടുണ്ട്. തന്റേതല്ലാത്ത കാരണത്താൽ നിലവിലായി ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ അധ്യാപകർക്കും ആ സംരക്ഷണം ഉറപ്പുവരുത്തണം എന്നുള്ളൊരു മാർഗനിർദ്ദേശം കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങൾക്കും അതുപോലെ കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും നൽകണം എന്നും ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. തെറ്റ് യോഗ്യത പൂർണ്ണമായും ഒഴിവാക്കണം. 2010 ശേഷം വന്ന അധ്യാപകരിൽ മാത്രം ആ യോഗ്യത നിർത്തിക്കൊണ്ട് 2010 മുമ്പ് വന്ന എല്ലാ അധ്യാപകരെയും തെറ്റ് യോഗ്യതയിൽ നിന്ന് തന്നെ ഒഴിവാക്കണം. എന്നാൽ ദേശീയ അധ്യാപക പരിഷത്ത് ഒരിക്കലും തെറ്റിന് എതിരല്ല. അധ്യാപകർ എപ്പോഴും അപ്ഡേഷൻ നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന സംഘടനയാണ്. അതിനുള്ള എല്ലാ സഹായങ്ങളും ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. പക്ഷേ നിയമാനുസൃതമല്ലാത്ത ചില കാര്യങ്ങൾ വരുമ്പോ ആ സമയത്ത് അതിൽ അധ്യാപകരോടൊപ്പം നിൽക്കുന്ന സംഘടന എന്നുള്ള നിലയിൽ അധ്യാപക പക്ഷത്ത് നിന്ന് സംസാരിക്കേണ്ടി വരുന്നത് കൊണ്ടാണ് 2010 മുമ്പ് തന്നെ വന്നിട്ടുള്ള അധ്യാപകർക്ക് തെറ്റ് യോഗ്യത ഒഴിവാക്കി കൊടുക്കണം എന്നുള്ള കാര്യം ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിന് ABRSM എന്ന ദേശീയ സംഘടനയുടെ ഭാഗമായിട്ടുള്ള കേരള ഘടകം, അതാണ് ദേശീയ അധ്യാപക പരിഷത്ത് LTU എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ സംഘടന, അത് ABRSM തീരുമാനിച്ചിട്ടുള്ള കാര്യങ്ങൾ അത് വിശദമായി സംസാരിക്കുന്നതിന് നമ്മുടെ ABRSMന്റെ ക്ഷേത്രപ്രമുഖായിട്ടുള്ള ഗോപകുമാർ മാസ്റ്റർ സംസാരിക്കുന്നതാണ്. ഈ ABRSMന്റെ തീരുമാനത്തിനോടനുബന്ധിച്ച് ജില്ലാ കേന്ദ്രങ്ങളിൽ രാജ്യത്തുടനീളം ചെയ്യുന്നുണ്ട്. കേരളത്തിലെ 14 ജില്ലകളിലെയും ജില്ലാ കളക്ടർമാർക്ക് നമ്മൾ പ്രധാനമന്ത്രിക്ക് ഉള്ള നിവേദനം കളക്ടർമാർ വഴി ഞങ്ങൾ നൽകുകയാണ്. ഭാരതത്തിലുടനീളം നടത്തുന്ന പ്രവർത്തനങ്ങളെ കുറിച്ച് ഗോപകുമാർ മാസ്റ്റർ സംസാരിക്കുന്നത്. ഒരു 2 വർഷത്തെ സമയം അനുവദിച്ചിട്ടുണ്ടല്ലോ കോടതി. നാളെ ജോലി പോകുന്നില്ലല്ലോ, 2 വർഷത്തിന് മതി. 3 വർഷത്തെ ഒരു വർഷം റിവ്യൂ പെറ്റീഷനിൽ 3 വർഷമാക്കിയിട്ടുണ്ട്. ഈ 2010 ആൾക്കാർ യോഗ്യത പരീക്ഷ പാസ്സാകില്ല എന്നുള്ളൊരു ഭയം ഉണ്ടോ, അപ്രിയൻഷൻ ഉണ്ടോ? അതല്ല സർ, അതിനകത്ത് വിഷയം 2023/8/2010 ഈ ഒരു നിയമം വന്നത്. ആ നിയമം വരുന്നതിന് മുൻപ് സാധാരണഗതിയിൽ ഒരു ജോലിയിൽ ഒരാൾ ചേരുന്ന സമയത്ത് ഒരു നിശ്ചിത യോഗ്യത പൂർത്തീകരിച്ച ആളുകൾക്കാണ് നിയമന അംഗീകാരവും കിട്ടും. അന്നില്ലാത്ത ഒരു യോഗ്യത പിൽക്കാലത്ത് വേണമെന്ന് പറയുന്നത് സാമാന്യ നീതിക്ക് നിരക്കുന്നതല്ല. അന്താരാഷ്ട്ര നിയമങ്ങൾ, ഇന്റർനാഷണൽ ലേബർ റൂൾ അനുസരിച്ചിട്ട് അതിന്റെ വയലേഷനാണ്. 23/8/2010 സർവാത്മന പൂർണ്ണ യോഗ്യത നേടിയ ഞാൻ 2025 ഒരു കോടതി ഉത്തരവിലൂടെ അധിക യോഗ്യത നേടണമെന്ന് പറയുന്നത് ഒരു തരത്തിലും നീതീകരിക്കാവുന്നതാണ്. ശരി, സാങ്കേതികമായിട്ട് പക്ഷെ ഒരു വിഷയം വിദ്യാർത്ഥി കാണുമ്പോ ഇപ്പൊ നമ്മൾ തന്നെ സാധാരണ പറയില്ലേ, ഉക്രൈനിൽ നിന്ന് ഡോക്ടറേറ്റ് നേടിക്കഴിഞ്ഞ് ഈക്വലൈസേഷൻ ടെസ്റ്റ് പാസ്സാവാത്തൊരു ഡോക്ടറെ നമ്മൾ പോയി കാണുമ്പോ സ്വാഭാവികമായിട്ട് ഈക്വലൈസേഷൻ ടെസ്റ്റ് ചെയ്ത് പാസ്സായി വന്നാലാണ് അവർക്കും മറ്റുള്ള 2010 മുമ്പുള്ള അധ്യാപകർക്ക് 2010 ശേഷം നിയമനം നേടിയ അധ്യാപകരോട് തോളോട് തോൾ ചേർന്ന് നിൽക്കണമെങ്കിൽ അവരൊരു സ്റ്റാറ്റസ് സംരക്ഷിക്കപ്പെടണമെങ്കിൽ അത് എഴുതി തെറ്റിന്റെ സിലബസ് പഠിച്ച പാഠഭാഗവുമായി ബന്ധപ്പെട്ടാണ്. പഠിച്ച പാഠഭാഗത്തെ ആസ്പദമാക്കിയല്ല പല ക്ലാസ്സുകളും പഠിപ്പിക്കുന്നത്. ഞാൻ MA BEd വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഒരാളാണ്. ഞാൻ ഒരു ഹൈസ്കൂളിലോ UP സ്കൂളിലോ പഠിപ്പിക്കുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം ഈ MAയുടെ സിലബസ് 3 പതിറ്റാണ്ടിന് ശേഷം അത് പഠിച്ച് പരീക്ഷ എഴുതുക എന്ന് പറയുമ്പോൾ
അങ്ങയോട് ഞാൻ സ്നേഹപൂർവ്വം ചോദിക്കുന്നു, ഈ SSLC പരീക്ഷ എഴുതി ജയിക്കാൻ സാധിക്കുമോ? വളരെ ഈ ലക്ഷക്കണക്കിന് കുട്ടികളെ എല്ലാത്തരം മത്സര പരീക്ഷകൾക്കും പ്രാപ്തരാക്കുന്ന അധ്യാപകർക്ക് ഒരു മത്സര പരീക്ഷ എഴുതി പാസ്സാകാൻ കഴിയുന്നില്ല എന്ന് അത് തികഞ്ഞ മനുഷ്യാവകാശ ലംഘനമാണ്. നമ്മുടെ സംസ്ഥാനത്ത് ഒരു ഉദ്യോഗസ്ഥ മേഖലയിലും ഞങ്ങള് സമൂഹത്തിന്റെ ഭാഗമാണല്ലോ. ഞങ്ങൾ സമൂഹത്തിന്റെ അധ്യാപകരെ സംബന്ധിച്ച് സമൂഹത്തിന്റെ കണ്ണാടി എന്നാണ് പറയുന്നത്. ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ച് അധ്യാപക പരിഷത്ത് എന്നുള്ള നിലയ്ക്ക് കേന്ദ്ര ഗവൺമെന്റിന്റെ ഇങ്ങനെ എതിർക്കുമ്പോൾ ഇല്ല, അവിടെയാണ് സാർ ഒന്നും ഞാൻ പറഞ്ഞോട്ടെ. നമ്മളെ സംബന്ധിച്ച് സാർ ഇപ്പൊ പറഞ്ഞത് 100% ശരിയാണ്. അപ്പൊ ഡോക്ടേഴ്സ് MBBS ഉണ്ടെങ്കിലും കാലാനുസൃതമായി അപ്ഡേഷൻ വേണം. നമുക്ക് എന്ത് ചെയ്യണം? അധ്യാപകർക്ക് ഇതിനുള്ള എംപവർമെന്റ് കോഴ്സുകൾ കൊടുക്കണം. ഇപ്പൊ കേരളത്തിലെ SCCRT ഉണ്ട്, വിദ്യാഭ്യാസ ഗവേഷണ കേന്ദ്രം, കേന്ദ്രത്തിലെ NCERT ഉണ്ട്. അവര് നിശ്ചിതമായ ഒരു മൊഡ്യൂൾ തരുന്നു, അതിന് നമ്മൾ അപ്ഡേറ്റ് ചെയ്യപ്പെടും. അതാണ് സ്വാഭാവികമായിട്ട് നടക്കേണ്ടത്. അതിന് നമ്മൾ എതിരല്ല. ഇവിടെയുള്ള യഥാർത്ഥ പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ 23/8/2010 എന്ന് പറയുന്നത് RT വന്ന ദിവസമാണ്. വിദ്യാഭ്യാസ അവകാശ നിയമം രാജ്യത്ത് വളരെ എല്ലാവരും സർവാത്മന സ്വാഗതം ചെയ്ത് അന്നത്തെ UPA സർക്കാർ കൊണ്ടുവന്ന മഹത്തായ ഒരു കാര്യം തന്നെ, അത് നമ്മൾ അംഗീകരിക്കുന്നു. ആ സമയത്ത് നോക്കൂ സാറെ, 97-ലും 98-ലും നിയമനം നേടിയ ആളോടാണ് എന്ത് പറയുന്നത്? 2025 സെപ്റ്റംബർ 1 നിങ്ങൾ ടെറ്റ് വാങ്ങണമെന്ന്. 25 വർഷം മുമ്പ് നിങ്ങൾ പഠിച്ച പെഡഗോഗിയും കരിക്കുലം അതൊക്കെ അനുസരിച്ചിട്ടാണ് ഇപ്പൊ നമ്മൾ ക്ലാസ് എടുക്കുന്നത്. അല്ല, അവിടുത്തെ ഞാൻ പറഞ്ഞ അത് മനസ്സിലാക്കി കോടതി തന്നെ എന്ത് പറഞ്ഞിട്ടുണ്ടെന്ന് അറിയോ? 5 വർഷം. അതെ, ഇതെല്ലാം അതെ, അവിടെ നമ്മൾ തർക്കിക്കാൻ വേണ്ടി പറയല്ല. അതായത് കോടതി വിധി പറഞ്ഞ സമയത്ത് എന്ത് പറഞ്ഞിട്ടുണ്ടെന്ന് അറിയോ? സാറ് നേരത്തെ പറഞ്ഞതിന്റെ കൂടെ ഒന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. വിരമിക്കാൻ 5 വർഷം ബാക്കിയുള്ള ആളുകൾക്ക് ഈ ടെറ്റേ വേണ്ട, അവരെ എക്സംപ്റ്റ് ചെയ്തിട്ടുണ്ട്. അവർക്കിത് വിഷയമേ അല്ല. പക്ഷേ ഇവിടെയുള്ളത് ഞാൻ പറഞ്ഞത്, നമ്മളൊക്കെ തൊഴിലാളികളാണല്ലോ. അന്താരാഷ്ട്ര തൊഴിൽ നിയമങ്ങള് അധ്യാപകർക്ക് കൂടി ബാധകമാക്കണം. അതേ സ്ഥാനത്ത് ഒരിക്കലും അധ്യാപക പക്ഷത്ത് സാറ് പറഞ്ഞതുപോലെ ഇത് ക്വാളിറ്റി എൻഷുർ ചെയ്യാൻ വേണ്ടിയാണ് ടെറ്റ് പരീക്ഷ നടത്തുന്നത്. വിദ്യാഭ്യാസത്തിന്റെ നിലവാരം ഉയർത്തണം, യോഗ്യതയുള്ള ആളുകൾ പഠിപ്പിച്ചാൽ മതി. പക്ഷെ കേരളത്തില് നമ്മൾ ഈ വിഷയത്തിൽ പ്രത്യേകമായി കാണേണ്ട ചില കാര്യങ്ങളുണ്ട്. കേരള സർക്കാർ കഴിഞ്ഞ വർഷം പോലും 2 വർഷം ഇളവ് കൊടുത്തിട്ടുണ്ട്. അതായത് 2026 നിയമിക്കപ്പെട്ട ആളുകൾക്ക് പോലും ടെറ്റിന് എക്സംഷൻ കൊടുത്തിട്ടുണ്ട്. അത് ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലായിരുന്നു. അതാണ് നിങ്ങൾ ഈ ചോദിക്കുന്ന പൊതുജനവികാരം നമുക്ക് എതിരാവുന്നതിന്റെ പ്രധാന കാര്യം. അതെ ഞാൻ പറഞ്ഞോട്ടെ സാറേ. അതായത് 623/2025 PSCയുടെ വിജ്ഞാപനത്തില് ടെറ്റ് എക്സംഷൻ കൊടുത്തിട്ടുണ്ട് കേരള സർക്കാർ. രാജ്യത്ത് ഒരു സംസ്ഥാന സർക്കാർ അത് കൊടുത്തിട്ടില്ല. ഏത് 2025 ഞാൻ പറഞ്ഞ 623/2025 എക്സംഷൻ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ സർക്കാർ കൊടുത്ത മറ്റൊരു എക്സംഷൻ ആണ് നെറ്റ്, PhD, സെറ്റ് ഒക്കെ ഉള്ള ആളുകൾക്ക് എക്സംഷൻ. അവിടെയാണ് സാറ് പറഞ്ഞ പെഡഗോജിയുടെ വ്യത്യാസം. PhD ഉള്ള ഒരാൾക്ക് LPയില് UPയില് ട്രാൻസാക്ട് ചെയ്യുന്ന മെത്തഡോളജി രണ്ടാണ്. PhD ഉണ്ട് എന്നുള്ളത് കൊണ്ട് എക്സംഷൻ അർഹതയില്ല. അത്തരം കാര്യങ്ങൾ വേണ്ട എന്ന് തന്നെയാണ് ഞങ്ങളുടെ സംഘടനാ നിലപാട്. അതേപോലെ തന്നെ ഈ സുപ്രീം കോടതി വിധിയെ കൃത്യമായി വായിക്കാതെ എന്ത് ചെയ്തു? എക്സംഷൻ കൊടുത്തു. 2 വർഷത്തെ ഇളവ് കൊടുത്തു എന്ന് പറഞ്ഞാൽ എവിടെയാണെന്നറിയോ? 2 എന്നുള്ളത് 3 ആയി സാറ് പറഞ്ഞു. അത് നമ്മൾ റിവ്യൂ പെറ്റീഷൻ പരിഗണിച്ച സമയത്ത് 2 വർഷം എന്നുള്ളത് അക്വയർ ചെയ്യാനുള്ളത് 1 വർഷം കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് 3 വർഷം നീട്ടിക്കൊടുത്തു. ഈ 2 വർഷം ഇളവ് കൊടുത്തു എന്ന് പറഞ്ഞ് കേരളത്തിൽ നിയമിക്കപ്പെട്ട ഒരുപാട് അധ്യാപകരുണ്ട്. 23/8/2010 RT രാജ്യമെമ്പാടും നടപ്പിലാക്കിയ സമയത്ത് കേരളത്തിൽ വന്നിട്ടുള്ള സർക്കാരുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? നിരവധി ആളുകൾക്ക് ടെറ്റ് ഇല്ലാതെ ഇപ്പോൾ അവർ ജോലി ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് അവരുടെ ജോലി നഷ്ടപ്പെടും. അവർക്കാണ് ഈ 3 വർഷം ടൈം കൊടുക്കേണ്ടത്. എന്തിന്? ടെറ്റ് അക്വയർ ചെയ്തിട്ട് അവർക്ക് ജോലി നഷ്ടപ്പെടാതിരിക്കാൻ. എന്നാൽ RT വരുന്നതിന് മുൻപ് സർവീസിലുള്ള ആളുകൾക്ക് എക്സംഷൻ ആണ് കൊടുക്കേണ്ടത്. അവർക്ക് ഇളവല്ല വേണ്ട, അവരെ പൂർണ്ണമായിട്ട് ഇതിൽ നിന്ന് ഒഴിവാക്കണം. കാരണം അന്ന് ആ യോഗ്യതയെ വേണ്ടു. പിന്നീട് വേണമെങ്കിൽ എന്ത് ചെയ്യാം? സാറ് പറഞ്ഞ പോലെ ഇവർ പെഡഗോജി അന്നത്തെ തന്നെ ഇന്ന് ട്രാൻസാക്ട് ചെയ്യാൻ ആ രീതി തന്നെ ഇന്ന് വേണോ ചോദിച്ചാൽ അവർക്ക് എന്ത് ചെയ്യണം? ഓറിയന്റേഷൻ കോഴ്സുകൾ കൊടുക്കണം. അങ്ങനെയുള്ളത് ഇപ്പൊ കേരളത്തില് ഒരു നിയർ അബൌട്ട് 30,000 ഉണ്ട്. അതേ സ്ഥാനത്ത് രാജ്യത്ത് നമ്മൾ നോക്കുമ്പോൾ നിയർ അബൌട്ട് 20 lakhs ഉണ്ട്. അതിന്റെ ഒരു കാര്യമുണ്ട് സാറേ, ഈ 20 ലക്ഷം അധ്യാപകര് അറ്റ് എ ടൈം അങ്ങ് ഒഴിവായി കഴിഞ്ഞാൽ ടീച്ചേഴ്സിന്റെ സ്കേഴ്സിറ്റി വരും നമ്മുടെ രാജ്യത്ത്. നമ്മുടെ എഡ്യൂക്കേഷൻ ഫീൽഡിന് അത് വലിയൊരു പ്രയാസമായി മാറും. ഇതൊന്നും കാണാതെ കോടതി ഈ പറഞ്ഞ കോടതിയെ നമ്മൾ പൂർണ്ണമായി ബഹുമാനിക്കുന്നു. അതുകൊണ്ട് ഈ റിവ്യൂ പെറ്റീഷൻ കൊടുക്കാൻ പോലും മറ്റാളുകളൊന്നും തയ്യാറായിട്ടില്ല. ഞങ്ങൾ മാത്രമാണ് റിവ്യൂ പെറ്റീഷൻ കൊടുത്തത്. ആ റിവ്യൂ പെറ്റീഷന്റെ മുകളിലും കോടതി പറഞ്ഞത് 1 വർഷം കൂടിയാണ്. അധ്യാപകർ എഴുതിയെടുക്കട്ടെ. ഇപ്പൊ ഗോപകുമാർ മാഷ് പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരു 49 വയസ്സായ ഒരാള്, അയാൾ ജോലി ചേരുന്ന 21-ലോ 22, ഞാനിപ്പോ 21-ാം വയസ്സിൽ സ്കൂളിൽ ചേർന്നിട്ടുണ്ട്.
21ാമത്തെ വയസ്സിലുള്ള ആ ഒരു എന്താ പറയാ മെന്റൽ അവസ്ഥയല്ല ഈ 51ാമത്തെ വയസ്സിൽ. അന്ന് ഒരു പ്രീപെയ്ഡായി നടന്ന് ഇന്ന് കുട്ടികൾ പഠിക്കുന്നുണ്ട്. കുട്ടികൾ പ്രവേശന പരീക്ഷയ്ക്ക് പഠിക്കുന്നതോടൊപ്പം അച്ഛനും അമ്മയും പഠിക്കുന്ന സാഹചര്യമാണുള്ളത്. അത് ഉണ്ടാക്കുന്ന നാളെ ജോലി പോകുമെന്ന് പറയുന്ന വലിയ ആശങ്ക അധ്യാപകരെ സംബന്ധിച്ച് ആത്മഹത്യയിലേക്ക് വരെ വഴിവെക്കുന്ന കാര്യമാണ്. അപ്പൊ ഈ ഒരു സമയത്ത് നമുക്ക് ദേശീയ തലത്തില് ഇത്തരം ഇപ്പം നമുക്കറിയാം കോടതി എന്ന് പറയുന്നത് നീതി നിർവഹണത്തിനുള്ള ഒരു ഉപാധിയാണ്. അതിന്റെ ഭരണഘടനാപരമായ എക്സിക്യൂഷൻ നടപ്പാക്കുന്ന വേദിയാണല്ലോ പാർലമെന്റും നിയമസഭയും ഒക്കെ. ഇത്തരം വിഷയങ്ങളിൽ അമെന്റ്മെന്റ് ധാരാളം നടന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു അമെന്റ്മെന്റ് നടത്താൻ ദേശീയ തലത്തില് അധ്യാപകരുടെ വിഷയങ്ങൾ സംഘടനാ രൂപേണ ABRSM എന്ന് പറഞ്ഞ സംഘടന രാജ്യമെമ്പാടുമുള്ള പത്രങ്ങളെയും അതേപോലെ മീഡിയാസിനെയും ഒക്കെ അഡ്രസ് ചെയ്യുന്ന ഒരു അവസരമാണിത്. ഇതൊരു നമ്മൾ തമ്മിലുള്ള ഒരു ഡിസ്പ്യൂട്ടിന്റെ വേദിയല്ല. മറ്റുള്ള ആളുകൾ എന്ത് ചെയ്തു എന്ന് അറിയോ? ഈവൻ നമ്മളെ തമ്മിൽ നമ്മളൊരു പൊളിറ്റിക്കലി ഒരു ഒരു BJP സംഘടന എന്ന് നമുക്കില്ല. അതേ സ്ഥാനത്ത് കേരളത്തിൽ ഇടത് വലത് മുന്നണികളുടെ ബാക്കിംഗ് ആണ് അധ്യാപക സംഘടനകൾ. ഭരിക്കുന്ന സർക്കാരിനോട് വിധേയത്വം കാണിക്കണം എന്നുള്ളത് ആ സംഘടനയുടെ ഒരു പ്രത്യേകതയാണ്. ഈ കൊണ്ടുവന്നത് UPA സർക്കാർ എന്നുള്ള നിലയ്ക്ക് കോൺഗ്രസും അതിനെ അനുകൂലിച്ചില്ല. ആ സമയത്ത് കേരളത്തില് ഒരു റിവ്യൂ പെറ്റീഷൻ കൊടുത്തു സംസ്ഥാനം. പക്ഷെ അതിൽ ഈവൻ സൈൻ ചെയ്തിട്ട് പോലും ഇല്ല എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. അപ്പൊ കേരളം അധ്യാപക സമൂഹത്തെ പൂർണ്ണമായി വഞ്ചിച്ചു. കഴിഞ്ഞ 10 വർഷത്തെ സർക്കാർ പൂർണ്ണമായി കേരളത്തിൽ അധ്യാപകരെ വഞ്ചിച്ചു. സംഘടനകളും അധ്യാപകർക്കൊപ്പമില്ല. ആ സമയത്ത് ആരുമില്ലാത്ത ഒരു ആളുകൾ എന്നുള്ള നിലയ്ക്ക് നമ്മൾ മാത്രമേ ഈ വിഷയത്തിലുള്ളൂ. അപ്പൊ അതിന്റെ ദേശീയ വിഷയങ്ങൾ മാഷ് പറയുന്നു. ഇതില് ഒരു കോൺട്രഡിക്ഷൻ കൂടി ഉണ്ട് ഈ വിധിയില്. ന്യൂനപക്ഷ സ്കൂളുകളിലെ അധ്യാപകർക്ക് ഇതൊരു എക്സെപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ന്യൂനപക്ഷ സ്കൂളുകളിലെ അധ്യാപകർ ആവശ്യമില്ല എന്ന് പറയുമ്പോൾ അതും നമ്മൾ എതിർക്കുകയാണ്. ന്യൂനപക്ഷ വിദ്യാലയങ്ങളിൽ ഈ ഗുണമേന്മയൊന്നും ആവശ്യമില്ല എന്നാണ് ഇവിടെ പറയുന്നത്. എന്റെ പേര് PS ഗോപകുമാർ. ഞാൻ ദക്ഷിണ ഭാരതത്തിന്റെ ശൈക്ഷണിക വിഭാഗത്തിന്റെ കൺവീനറായിട്ട് പ്രവർത്തിക്കുന്നു. കൊല്ലമാണ് സ്വദേശം. ഇവിടെ സൂചിപ്പിച്ചത് നമ്മുടെ രാജ്യത്താകമാനം ഏതാണ്ട് 20 ലക്ഷം അധ്യാപകരെ ബാധിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ്. കേരളത്തിൽ ആദ്യഘട്ടത്തില് 60,000 അധ്യാപകരായിരുന്നു ഇതിനകത്ത് വരുന്നത്. ഈ സെപ്റ്റംബർ 1 സുപ്രീം കോടതി വിധി പുറത്തു വന്ന സമയത്ത് തന്നെ ശൈക്ഷണിക വിഭാഗത്തിന്റെ സെൻട്രൽ ഭാരവാഹികള് ദേശീയ വിദ്യാഭ്യാസ മന്ത്രിയെ കണ്ടിരുന്നു. അദ്ദേഹം ഈ കാര്യത്തില് തന്ന ഒരു ഉറപ്പ്, ഈ വിഷയം റിവ്യൂ ഹർജി പരിഗണിക്കുന്ന സമയത്ത് അധ്യാപകർക്ക് അനുകൂലമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കാം എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. പല സംസ്ഥാനങ്ങളും റിവ്യൂ ഹർജി കൊടുത്തിരുന്നു. നിങ്ങളൊക്കെ നേരത്തെ മനസ്സിലാക്കിയിട്ടുള്ളതുപോലെ ഉത്തർപ്രദേശാണ് ഈ കാര്യത്തിൽ ആദ്യമായിട്ട് റിവ്യൂ ഹർജിയുമായിട്ട് പോയത്. 3.5 ലക്ഷം അധ്യാപകരാണ് ഉത്തർപ്രദേശിൽ ഇതിനാൽ ബാധിക്കപ്പെടുന്നത്. അവര് ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയ ഒരു വിഷയം, 3.5 ലക്ഷം അധ്യാപകരെ സെപ്റ്റംബർ 1 വിധിയിൽ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ 2 വർഷത്തേക്കാണുള്ളത്. 2 വർഷത്തിനുള്ളിൽ മുഴുവൻ അധ്യാപകരും എലിജിബിലിറ്റി ടെസ്റ്റ് പാസ്സാകണം. ഇല്ലെങ്കിൽ ഒഴിവാക്കപ്പെടുന്നത് 3.5 ലക്ഷം അധ്യാപകരാണ്. ഉത്തർപ്രദേശ് പോലെയുള്ള ഒരു സംസ്ഥാനത്ത് 3.5 ലക്ഷം അധ്യാപകരെ 2.5 വർഷം കൊണ്ട് ഞങ്ങൾക്ക് പുനർനിയമനം നടത്താൻ സാധിക്കില്ല. അത് വലിയൊരു അധ്യാപക ക്ഷാമം ഈ സംസ്ഥാനത്തുണ്ടാകും. അങ്ങനെ ഓരോ സംസ്ഥാനങ്ങളും ഗുജറാത്ത് കൊടുത്തു, ചെന്നൈ, തമിഴ്നാട് കൊടുത്തു, കേരളം കൊടുത്തത് ഈ കാര്യത്തിൽ കേരളം കുറ്റകരമായ അനാസ്ഥയും കൂടി കാണിച്ചിട്ടുണ്ട്. കാരണം കേരളത്തിൽ 60,000 അധ്യാപകര് 2010 മുൻപ് നിയമിതരായിട്ടുള്ളവരുണ്ട്. അതായത് ദേശീയ വിദ്യാഭ്യാസ ആക്ടിന്റെ നാഷണൽ RTI ആക്ടിന് ശേഷം NCT പുറത്തിറക്കിയ മാർഗനിർദ്ദേശം വന്നതിന് ശേഷം 2 വർഷങ്ങൾക്ക് ശേഷമാണ് കേരളത്തിൽ ഇത് സംബന്ധിച്ച് മാർഗരേഖ പുറത്തിറക്കിയത്. ഈ 2 വർഷത്തിനിടയിൽ ആയിരക്കണക്കിന് അധ്യാപകരെ സംസ്ഥാനം നിയമിച്ചിട്ടുണ്ട്, കേട്ടിട്ടില്ല. ഇവരുടെ കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന് മാത്രമാണ് ഉത്തരവാദിത്വം. അതുപോലെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉന്നത യോഗ്യത M.Ed, M.Phil, PhD അടക്കമുള്ള ഉന്നത യോഗ്യത നേടിയ ആളുകളെ സംസ്ഥാന സർക്കാർ കൊടുത്ത ഇളവിന്റെ അടിസ്ഥാനത്തിൽ നിയമിച്ചിട്ടുണ്ട്. ഈ ഇളവ് കൊടുത്ത് നിയമിച്ച അധ്യാപകരുടെ ഉത്തരവാദിത്വം നമ്മുടെ സംസ്ഥാന സർക്കാരിനാണെന്നിരിക്കെ ഈ കാര്യത്തിൽ അവര് സുപ്രീം കോടതിയിൽ റിവ്യൂ ഹർജി കൊടുത്ത സമയത്ത് തികഞ്ഞ അനാസ്ഥ, അതിൽ ഒപ്പിടാൻ പോലും തയ്യാറായില്ല എന്നുള്ളതാണ്. ഇപ്പോ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കാര്യത്തിൽ വിദ്യാഭ്യാസ മന്ത്രി ഞങ്ങൾ ആദ്യഘട്ടത്തിൽ കണ്ട് സംസാരിച്ചപ്പോ കിട്ടിയ ഉറപ്പ്, ഈ കാര്യത്തിൽ റിവ്യൂ ഹർജി പരിഗണിക്കുന്ന സമയത്ത് അനുകൂലമല്ലാത്ത സാഹചര്യമാണെങ്കിൽ രാജ്യത്താകമാനമുള്ള ഒരു വിഷയം എന്നതിലേക്ക് ഒരു ഭരണഘടനാ ഭേദഗതിക്കുള്ള സാധ്യത ആലോചിക്കാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ സാധ്യത ഉപയോഗപ്പെടുത്തണം. ഇനി അത് മാത്രമേ ഉള്ളൂ അധ്യാപകരുടെ മുമ്പിലുള്ള പ്രയാസം. ഇതിനകത്ത് ചൂണ്ടിക്കാണിക്കുന്ന ഒരു വിഷയം, നിങ്ങൾ പറഞ്ഞതൊക്കെ ഞങ്ങൾ ഉൾക്കൊള്ളുന്നു. പക്ഷെ നമ്മുടെ രാജ്യത്ത് ഇത് ആദ്യമാണ്. ഒരു നിയമം നടപ്പാക്കുന്ന സമയത്ത് പാർലമെന്റ് പാസ്സാക്കി രാജ്യത്ത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്ത് മുൻകാല പ്രാബല്യം എന്നുള്ളത് രാജ്യത്ത് ഇത് ആദ്യമാണ്.
മറ്റു നിരവധി മേഖലയിൽ, ഏത് മേഖലയിലായാലും, നീതിന്യായ വ്യവസ്ഥയിലായാലും മറ്റേത് തൊഴിൽ മേഖലയിലായാലും അത് മുൻകാല പ്രാബല്യമില്ല. അപ്പൊ അധ്യാപകർക്ക് മാത്രമായിട്ട് ഈ തരത്തിൽ ഒരു മുൻകാല പ്രാബല്യം ഏർപ്പെടുത്തുമ്പോൾ അവരുടെ മനുഷ്യാവകാശ മൗലികാവകാശ ലംഘനമാണ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ. ഒരു ഉദ്യോഗത്തിൽ പ്രവേശിക്കുന്ന സമയത്ത് നിഷ്കർഷിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾ പാലിച്ച് ജോലിയിൽ കയറുന്നു. അത് കയറിയതിനു ശേഷം നിങ്ങൾ ഈ ജോലി തുടരണമെങ്കിൽ അതിൽ യോഗ്യത കൂടി സമ്പാദിക്കണം എന്നുള്ളത് മനുഷ്യാവകാശ ലംഘനമാണ്. അത് മൗലികാവകാശങ്ങളുടെ മേലുള്ള കടന്നുകയറ്റം കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് അത് തികച്ചും ന്യായമായിട്ടുള്ള അവകാശമാണ് രാജ്യത്തെ അധ്യാപക സമൂഹം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ മാത്രം ഒരു ആവശ്യമല്ല, നമ്മുടെ സംസ്ഥാനത്ത് ഈ ഇളവുകൾ കൊടുത്ത ആ നിയമിച്ച ആളുകളുടെ, അധ്യാപകരുടെ തൊഴിൽ സംരക്ഷണം എന്നുള്ളത് സംസ്ഥാന സർക്കാരിന്റെ ബാധ്യതയാണ്. ആ ബാധ്യത നിറവേറ്റുന്നത് സംസ്ഥാന സർക്കാർ പരാജയപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ച് ഈ ഇനിയൊരു സുവർണാവസരം രാജ്യത്താകെയുള്ള 20 ലക്ഷം അധ്യാപകരുടെ ഈ തൊഴിൽ സുരക്ഷാ ഭീഷണി ഒഴിവാക്കണം. കാരണം അധ്യാപകര് സന്തോഷകരമായ അന്തരീക്ഷത്തിൽ വിദ്യാലയങ്ങളിൽ പോയി പഠിപ്പിക്കുമ്പോൾ മാത്രമാണ് കുട്ടികളെ പഠിപ്പിക്കാൻ കഴിയും. ഇപ്പോൾ അതിനുള്ള സാഹചര്യമല്ല. ഒരു വാൾ അധ്യാപകരുടെ ഏതാണ്ട് 20 ലക്ഷത്തോളം അധ്യാപകരുടെ മുകളിൽ അല്ല, ഇനി കേന്ദ്ര സർക്കാർ നിയമപരമായ തീരുമാനം എടുക്കാനൊന്നുമില്ല. കാരണം കേന്ദ്ര സർക്കാർ പാസ്സാക്കിയ 2009 നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതി അത് വ്യവച്ഛേദിച്ചിട്ട് തീർപ്പ് കൽപ്പിച്ചിരിക്കുകയാണ്. ഇനിയൊരു ഭേദഗതിയാണ് വേണ്ടത്. മുൻകാല പ്രാബല്യം 2010 മുൻപ് നിയമിതരായ അധ്യാപകരെ എലിജിബിലിറ്റി ടെസ്റ്റിൽ നിന്ന് ഒഴിവാക്കണം എന്നുള്ള ഒരു ഭേദഗതിയാണ് പാർലമെന്റിൽ കൊണ്ടുവരേണ്ടത്. അതിന് ഞങ്ങൾ AVRS രാജ്യത്തെ മുഴുവൻ MP-മാരെയും കണ്ട് നിവേദനം കൊടുത്തിട്ടുണ്ട്. ഇത് ഏതെങ്കിലും ഒരു കക്ഷിയുടെ ആവശ്യമല്ല. വ്യത്യസ്ത രാഷ്ട്രീയ കക്ഷികളുടെ സംസ്ഥാനങ്ങളിൽ നിന്ന് ആവശ്യം സുപ്രീം കോടതി പോയിട്ടുണ്ട്. കേരളവും പോയിട്ടുണ്ട്. സാങ്കേതികമായിട്ടുള്ള പരാജയമാണ് അവർക്ക് സംഭവിച്ചത്. തമിഴ്നാട് ഒഴിവാക്കണമെന്ന് പറഞ്ഞു പോയിട്ടുണ്ട്, ഉത്തർപ്രദേശ് പോയിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് കേന്ദ്രത്തിലെ ഭരണ പ്രതിപക്ഷ കക്ഷികൾക്കൊന്നും വ്യത്യാസമൊന്നുമില്ല. രാജ്യത്തെ ഭരണപക്ഷത്തും പ്രതിപക്ഷത്തുമുള്ള എല്ലാ കക്ഷികളും ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും ആവശ്യം പോയിട്ടുണ്ട്. അപ്പൊ സംസ്ഥാന സർക്കാരിനോട് ഞങ്ങൾക്കുള്ള ഒരു ആവശ്യം എന്ന് പറയുന്നത് ഈ കാര്യത്തിൽ ഒരു സംയുക്തമായിട്ടുള്ള ഒരു പ്രമേയം പാസ്സാക്കി. നമ്മുടെ സംസ്ഥാനത്ത് 30,000-ഓളം അധ്യാപകർ ബാധിക്കപ്പെടുന്ന ഒരു വിഷയം. 30,000 അധ്യാപകരാണ്, 30,000 കുടുംബങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് അവരുടെ തൊഴിൽ സുരക്ഷാ ഭീഷണി ഒഴിവാക്കി കൊടുക്കേണ്ടത് സംസ്ഥാന സർക്കാരിന്റെ മുന്നിൽ ഒരു ബാധ്യതയാണ്. കഴിഞ്ഞ സർക്കാരിന്റെ ഭാഗത്തുണ്ടായ വീഴ്ച അവർ പ്രതിപക്ഷം എന്നുള്ള നിലയിൽ ഈ നിയമസഭയിൽ ഇതിനോട് സഹകരിക്കണം. സംയുക്തമായിട്ടുള്ള ഒരു പ്രമേയം പാസ്സാക്കിക്കൊണ്ട് ഈ അധ്യാപകരെ സംരക്ഷിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. അതിനു വേണ്ടിയിട്ടാണ് പ്രധാനമന്ത്രിക്ക് ഒരു നിവേദനം ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. രാജ്യത്തെ മുഴുവൻ കളക്ടറേറ്റുകളിൽ എല്ലാ കളക്ടർമാരെയും 18-ാം തീയതി ഈ നിവേദനം ഞങ്ങൾ സബ്മിറ്റ് ചെയ്യും. അത് പ്രധാനമന്ത്രി എത്തണം. അത് കളക്ടർമാരെ സമാഹരിച്ച് ചീഫ് സെക്രട്ടറി വഴിയോ മറ്റേതാണെന്ന് വെച്ചാൽ ആ സാങ്കേതിക സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പ്രധാനമന്ത്രി എത്തണം. അഖിലേന്ത്യാ തലത്തിൽ ഞങ്ങളുടെ നേതൃത്വം ഈ കാര്യത്തിൽ പ്രധാനമന്ത്രിയെയും വിദ്യാഭ്യാസ മന്ത്രിയെയും വീണ്ടും കാണുന്നുണ്ട്. ഇത് കേവല സാങ്കേതികതയിൽ പറഞ്ഞുകൊണ്ട് ഒഴിവാക്കി പോകാവുന്ന ഒരു പ്രശ്നമല്ല. നമ്മൾ പൊതുവെ പറയുന്ന ജുഡീഷ്യറിയും അതേപോലെ എക്സിക്യൂഷനും ഉണ്ടല്ലോ. ഈ നീതിന്യായ വ്യവസ്ഥ അതിന്റെ ഒരു ഡെറിവേഷൻ ആണ് ഇപ്പൊ എന്ത് ചെയ്തത്, സുപ്രീം കോടതിയുടെ വിധി. പക്ഷെ പബ്ലിക് ഇൻട്രസ്റ്റ് വരുന്ന സമയത്ത്, പൊതു താല്പര്യം വരുന്ന സമയത്ത് ആ പൊതു താല്പര്യത്തെ മുൻനിർത്തി നിയമനിർമ്മാണം നടത്താൻ അധികാരമുള്ള കേന്ദ്രങ്ങളാണ് നിയമസഭയും പാർലമെന്റും. കോടതി സർട്ടൻ ലിമിറ്റിനുള്ളിൽ, സർട്ടൻ ഫ്രെയിംവർക്കിനുള്ളിലുള്ള ഒരു വിധിയാണ് പറഞ്ഞത്. അവർക്കതേ പറയാൻ പറ്റും. കാരണം RT-യിൽ പറയുന്നുണ്ട് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ഉറപ്പുവരുത്തണം. അതാണ് അതിന്റെ ഒരു അണ്ടർലൈൻഡ് സ്റ്റേറ്റ്മെന്റ്. അത് എൻഷുർ ചെയ്യണം. അത് എൻഷുർ ചെയ്യണം എന്ത് വേണം? ക്വാളിറ്റി എഡ്യൂക്കേഷൻ എന്ത് വേണം? ക്വാളിഫൈഡ് ടീച്ചേഴ്സ് മസ്റ്റ് ആണ്. അതാണ് നീതിന്യായ വ്യവസ്ഥയിൽ ഇതിന്റെ ഡെറിവേഷൻ. പക്ഷേ പബ്ലിക് ഇൻട്രസ്റ്റ് എന്നുള്ള നിലയ്ക്ക്, പൊതു താല്പര്യം എന്നുള്ള നിലയ്ക്ക് ഇത്തരം പ്രയാസങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നയപരവും അതേപോലെ തന്നെ ഭരണപരവുമായ നിയമനിർമ്മാണം നടക്കുന്ന വേദിയാണ് പാർലമെന്റ്. ആ പാർലമെന്റിൽ ഇത് സംബന്ധിച്ച് ഒരു ഭേദഗതി കൊണ്ടുവരണം. ആ ഭേദഗതി കൊണ്ടുവരാൻ വേണ്ടിയുള്ള ആവശ്യമാണ് ഞങ്ങൾ ഈ ഒരു പ്രസ്താവനയിൽ ഉന്നയിക്കുന്നത്. ദേശീയ അധ്യാപക പരിഷത്തിൽ ഇല്ലാത്ത ഈ ഭീഷണി നേരിടുന്ന മറ്റധ്യാപകരുണ്ടല്ലോ, അവര് നമ്മളുടെ ഒപ്പം ഉണ്ടോന്ന് ചോദിക്കണം. പൂർണ്ണമായും, അതായത് ഒരു സംഘടന എന്നുള്ള നിലയ്ക്ക് അധ്യാപക പക്ഷത്ത് നിന്നുകൊണ്ടായിരിക്കണം പ്രവർത്തനം നടത്തേണ്ടത്. നമ്മൾ കേരളത്തില് NTU അധ്യാപകർക്ക് വേണ്ടി ഈ ഒരു മൂവ്മെന്റ് നടത്തുന്ന ഒരേ ഒരു സംഘടന ഞങ്ങൾ മാത്രമാണ്. നിവേദനം എല്ലാ കളക്ടർമാർക്കും അത് കൊടുക്കുന്നത് എല്ലാ ടീച്ചേഴ്സിനും വേണ്ടി, ഓൺ ബിഹാഫ് ഓഫ് ഓൾ അല്ല, എല്ലാ ടീച്ചേഴ്സിനും വേണ്ടി നമ്മൾ ചെയ്യുന്നു. അവര് ഇതുപോലെ അതെ, അതാ ഞാൻ പറഞ്ഞത്. നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് സാധാരണ ഒരു പൊതു വിഷയം ഉണ്ടാകുമ്പോൾ സംഘടന എന്ന് പറയുന്നത് അത് അവിടെയാണ് ഞാൻ പറഞ്ഞത്.
നമ്മളെ സംബന്ധിച്ച് ക്വാളിറ്റി എഡ്യൂക്കേഷൻ എൻഷുർ ചെയ്യണമെന്നാണ് ഞങ്ങളുടെ സംഘടനാ നിലപാട്. നേരത്തെ നമ്മൾ അധ്യക്ഷ സൂചിപ്പിച്ചല്ലോ. തെറ്റില്ലാത്ത ആളുകളെ നിയമനം നടത്താൻ പാടില്ല എന്ന് തന്നെയാണ് നമ്മുടെ സ്റ്റാൻഡ്. അതായത് ഇത് മാത്രമല്ല, ഒരിടത്തും ക്വാളിറ്റിയില് ഒരു കാരണവശാലും ഒരു ഇളവ് കൊടുക്കരുത്. നമ്മുടെ ദേശീയ വിദ്യാഭ്യാസ നയം പറയുന്നത് തന്നെ. പുതിയ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ വക്താക്കളാണ് ഞങ്ങൾ. അതുകൊണ്ട് ക്വാളിറ്റി എഡ്യൂക്കേഷൻ അതിൽ ഒരു വെള്ളവും ചേർക്കാൻ ഞങ്ങൾ ആവശ്യപ്പെടുന്നില്ല. അത്തരം ആളുകൾക്ക് ഇളവ് കൊടുത്ത് കേരളത്തില് ഈ നിയമത്തിന്റെ പിൻപറ്റി നിൽക്കുന്ന ഒരുപാട് അധ്യാപകരുണ്ട്. അവര് ഈ വിഷയം അനലൈസ് ചെയ്യും എന്താ സംഭവിക്കാന്ന് അറിയാം. ഇതിപ്പോ അമെന്റ്മെന്റ് ഒക്കെ നടക്കും. 23/8/2010 മുൻപുള്ള ആളുകളൊക്കെ സേഫ് സോണിൽ വരും. പക്ഷെ കേരളത്തിൽ നിയമാനുസൃതമല്ലാതെ നിയമിക്കപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്. നേരത്തെ പറഞ്ഞ MPhilഉം PhDയും നെറ്റും സെറ്റും ഒക്കെ ഉള്ള ആളുകളുണ്ട്. അവര് യോഗ്യരാവില്ല. അതേപോലെ തന്നെ പല സമയത്തും 2 വർഷം ഇളവ് കൊടുക്കും. ഈ 2 വർഷം ഇളവ് കോടതി വിധി വായിച്ചാൽ മനസ്സിലാവും. 23/8/2010 മുൻപ് നിയമിതരായ ആളുകൾക്ക് ടെറ്റ് യോഗ്യത നേടാൻ വേണ്ടിയാണ് 2 വർഷത്തെ ഇളവ് കൊടുത്തത്. അല്ലാതെ 23/8/2010 ശേഷം നിയമിക്കപ്പെട്ട ആളുകൾക്ക് നിയമിച്ചതിന് ശേഷം 2 വർഷത്തിനുള്ളിൽ ടെറ്റ് യോഗ്യത നേടിയാൽ മതി എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. സുപ്രീം കോടതി വിധി അത് വായിച്ചാൽ അത് വ്യാഖ്യാനിക്കുന്ന സമയത്ത് അങ്ങനെ തന്നെ പറയുന്നുണ്ട്. ഇളവ് എന്ന് പറയുന്നത് റിട്രോസ്പെക്റ്റീവ് എഫക്ട് ബാധിക്കുന്ന ടീച്ചേഴ്സിനാണ്. എന്നാല് ഈ 2025 നോട്ടിഫിക്കേഷനിൽ പോലും ടെറ്റിന് ഇളവ് എടുത്തിട്ടാണ് കേരള സർക്കാർ PSCക്ക് പോലും വിളിച്ചിട്ടുള്ളത്. അത് എന്ത് ചെയ്യാൻ പോകുന്നു? ദൂരവ്യാപകമായി രാജ്യത്തെ എല്ലായിടത്തും ഈ വിഷയം തീരുന്ന സമയത്ത് കേരളത്തിൽ ഇത് സങ്കീർണമാവാൻ പോവുകയാണ്. അത് ഈ നിയമം പൂർണ്ണമായി പ്രയോഗവൽക്കരിക്കപ്പെടുന്ന സമയത്താണ് നമുക്കത് ബാധിക്കുക. അതായത് 30,000-നടുത്ത് മൊത്തത്തിൽ 2010-നും 2012-നും ഇടയ്ക്ക് ഏതാണ്ട് 3000-ഓളം അധ്യാപകര് ഇളവുകളുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാന സർക്കാർ കൊടുത്ത ഇളവുകളുടെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സർവീസ് കയറി. ഏകദേശം പ്രാഥമികമായിട്ടുള്ള കണക്കേ ലഭ്യമായിട്ടുള്ളൂ. ഏകദേശം 3000-ഓളം അധ്യാപകർ 2 വർഷം. 3000 ബാക്കിയുള്ളവർ കയറി ജയിച്ചു. 4000 പേരെ വേറെ ഉണ്ടായിരുന്നു. ആ 4000-ൽ ജയിച്ചല്ലോ. സർവീസ് 30,000 അധ്യാപകരാണ്. 60,000 പേരാണ് പ്രാഥമികമായിട്ട് 2001 സെപ്റ്റംബറിൽ ഈ കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തെ സുപ്രീം കോടതി വിധിക്ക് ശേഷം കേരളത്തിൽ കണ്ടെത്തിയത്. അതില് ഒരു പരീക്ഷ ഇടയ്ക്കിടയ്ക്ക് പരീക്ഷ നടക്കുന്നുണ്ട്, സർവീസിലുള്ളവർക്കും അല്ലാത്തവർക്കും. അതിൽ 30,000 പേര് ജയിച്ചു എന്നാണ് ഇപ്പൊ കണക്ക്. എന്തോ രാജ്യത്ത് 2010 മുമ്പ് നിയമിതരായ അധ്യാപകർ മാത്രമാവും മൊത്തം. ബാക്കി സ്റ്റേറ്റുകളിലെ ഈ ദേശീയ ഗവൺമെന്റിന്റെ NCT നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം കേരളത്തിൽ മാത്രമേ നിയമിച്ചിട്ടുള്ളൂ. അത് നിങ്ങൾ മനസ്സിലാക്കണം, പ്രത്യേകിച്ച് മനസ്സിലാക്കണം. ഇളവുകൾ കൊടുത്ത് ദേശീയ NCTയുടെ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം സംസ്ഥാനത്ത് മാത്രമേ ഇളവുകൾ കൊടുത്ത് നിയമിച്ചിട്ടുള്ളൂ. ബാക്കി 3000-ലധികം ഉണ്ട്. പ്രാഥമികമാണ് 2 വർഷത്തിനുള്ളിൽ. ഇതിനകത്ത് ഒന്നും കൂടി ഞാൻ പറഞ്ഞോട്ടെ, അല്ല അതെല്ലാം കൂടെ ചേർത്തുള്ള കണക്കാണ്. നിങ്ങളെ അറിവിലേക്ക് വേണ്ടി മാത്രം പറയാണ്, നമ്മുടെ വിഷയമല്ല. അങ്ങനെയല്ല, ഇതുവരെ 30,000-ഓളം അധ്യാപകർ എന്നാണ് സംസ്ഥാനത്തെ കണക്ക്. അത് 2010-ന് ശേഷമുള്ള 60,000, അതിന് 30,000 ഇപ്പൊ കഴിഞ്ഞ ടെസ്റ്റ് പാസ്സായി. ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് പരീക്ഷ നടക്കുന്നുണ്ട്. ആ പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഞാൻ കാര്യം ഇനി വീണ്ടും പരീക്ഷ വരുന്നുണ്ട്. ഒന്നുകൂടി പറയട്ടെ സാറേ, നമ്മുടെ ആവശ്യം പാർലമെന്റ് അമെന്റ്മെന്റ് ആണെങ്കിൽ ഞാൻ കേരളത്തിലെ പ്രസന്റ് സിറ്റുവേഷൻ പത്രക്കാരെന്നുള്ള നിങ്ങൾ അറിയണമല്ലോ. ഇപ്പൊ പരീക്ഷ 2 തരത്തിലാണ് കേരളത്തിൽ നടക്കുന്നത്. ഒന്ന് സാധാരണ ടെറ്റ് പരീക്ഷ, നിങ്ങൾക്കും എനിക്കൊക്കെ നിങ്ങൾക്ക് എഴുതപ്പോ B.Ed ഒന്നും വേണ്ട. ഇതൊരു അഭിരുചി പരീക്ഷയാണ്. ഈ ഫീൽഡിനോട് അഭിരുചി ഉണ്ടെങ്കിൽ മാത്രമേ കണ്ടിന്യൂ ചെയ്യാം. ഇവിടെ ഇപ്പൊ നടക്കാൻ പോകുന്ന 1000 രൂപ, ആ സാധാ ടെസ്റ്റിന് 500 രൂപയാണ് ഫീസ്. അധ്യാപകർക്ക് സ്പെഷ്യൽ കാറ്ററ്റ് എന്ന് പറഞ്ഞൊരു സംവിധാനം നടത്തുക 1000 രൂപ വെച്ചിട്ട്. അങ്ങനെ ചെയ്യുന്നത് സുപ്രീം കോടതി വിധി പ്രകാരം തെറ്റാണ്. ഇത് കേരളത്തിൽ മാത്രം നടക്കുന്ന കാര്യമാണ് കേട്ടോ. ശരിക്കും പരീക്ഷ നടത്തുന്നത് പരീക്ഷാ കമ്മീഷണറാണ്. പരീക്ഷാ കമ്മീഷണർ എന്ന് പറഞ്ഞാൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ ചുമതലയിലുള്ള ഒരു പോസ്റ്റാണ്. അത് SSLC പരീക്ഷ നിങ്ങൾക്കും എനിക്കും അധ്യാപകർക്കും അല്ലാത്ത ആളുകൾക്ക് എല്ലാവർക്കും കോമൺ ആയി നടക്കുക. ഈ ടെറ്റ് പരീക്ഷ എന്ന് പറഞ്ഞാലും ഒരു കൂട്ടർക്ക് മാത്രമായി സ്പെഷ്യൽ നടത്താൻ പാടില്ല. ഇത് സമാജത്തിന് മൊത്തമായിട്ടുള്ള പൊതുവിദ്യാഭ്യാസ ഡയറക്ടറാണ്, സമാജത്തിന് മൊത്തമായിട്ടുള്ള പരീക്ഷാ കമ്മീഷണറാണ്. ഒരിക്കലും അധ്യാപകർക്ക് മാത്രമായിട്ട് ഇങ്ങനെ നടത്താൻ പാടില്ല. ഒരു സ്പെഷ്യൽ എന്ന് പറയുന്നത് നമ്മൾ ഓണത്തിനും വിഷുവിനും കൊടുക്കുന്ന ഒരു ഓഫർ കൊടുക്കാൻ പാടില്ല. അത് കാരണം പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ പൊതു സ്വത്താ, എന്റെയും നിങ്ങളെയൊക്കെ പൊതു സ്വത്താ. കേരളത്തിൽ മാത്രമാണ് ഈ സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ട് പരീക്ഷ നടത്തുന്നത്. അതും നിയമപരമായി തെറ്റാണ്. ഇതൊന്നും നമ്മുടെ സർക്കാർ, 2 സർക്കാരുകളും ഈ വിഷയങ്ങളെ പൂർണ്ണ ഗൗരവത്തിൽ കാണാതെ
ഇടപെടുന്നത് കൊണ്ട് അതിന്റെ കഷ്ടകാലം അനുഭവിക്കുന്നത് അധ്യാപകരാണ്. അതാണ് 9496968499. ഇതിലുണ്ടല്ലോ അല്ലേ നമ്പർ? ഉണ്ട്. പേര് ഒരാളുടെ പേര് പറഞ്ഞില്ല, രാജേഷ് രാജേഷ് കെ. പേര് ടി അനൂപ് കുമാർ, പി ശ്രീദേവി. വായിക്കില്ല.